കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഒത്തിരി ആൾക്കാർ വിളിച്ചു നോക്കിക്കൊണ്ട് ലക്ഷ്മി കുബേര യന്ത്രം എന്താണ് സാറേ, ലക്ഷ്മി കുബേര യന്ത്രത്തിന് എത്ര രൂപയാണ് സാറേ, ഞങ്ങൾ അക്കൗണ്ടിൽ അയച്ചു തന്നാൽ മതിയോ? ഞാനിതൊന്നും സ്വീകരിക്കുന്ന മനുഷ്യനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അക്കൗണ്ടിലൂടെ പണം സ്വീകരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനൊന്നും ഇല്ല. എന്നാൽ അക്കൗണ്ടിൽ ഇടുന്ന ഒരാൾക്കാരുണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. അക്കൗണ്ടിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചിട്ടുമുണ്ട്. അത് മറ്റു വിഷയങ്ങൾക്കും പൂജാതി കർമ്മങ്ങളിലെ സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെയൊക്കെ, അല്ലാതെ ഞാനൊരു പൈസ പോലും ആരോടും ഒന്നും. ദക്ഷിണ മാത്രം മാന്യമായ രീതിയിൽ വരുന്ന ആൾക്കാർ എനിക്ക് ദക്ഷിണ തരുന്നവരുണ്ട്. എന്നെ കളിപ്പിച്ചിട്ടും പോകാറുണ്ട് കേട്ടോ. പൂജക്കൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ പൈസ ഒക്കെ കൊടുത്ത് സാധനമൊക്കെ മേടിച്ചിട്ട് ഇത്രാം തീയതി പറഞ്ഞ് ഇന്ന് വരെ ഞാൻ തിരിച്ചു വിളിച്ചും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ പൂജ നടത്താൻ എൻ്റെ പൈസയും കാരണമല്ലോ ഒന്നും ഞാൻ ചോദിച്ചില്ല. ഭഗവതി അതെനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ എനിക്ക്, ഗുരുവായൂരപ്പൻ എനിക്കത് ഏതെങ്കിലും മാർഗത്തിലൂടെ കൊണ്ടുതരും എന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ്. അതിനോട് നമ്മളത് അത് കുബേരൻ ഒരിക്കലും, അത് കുബേരൻ്റെ കാര്യം പറയുന്നത് ഒരിക്കലും ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഒരാളിവിടെ വന്നു, രണ്ടുപേരും ഇവിടെ വന്നിട്ട് എറണാകുളത്തെ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. അത് രണ്ടു കൂട്ടരും പൂജയ്ക്കൊക്കെ പറഞ്ഞു. ഇപ്പോൾ സാറ് എന്താ, ഇപ്പോൾ സാധാരണ ഞാൻ പൂജാ സാധനങ്ങൾ അവരെ കൊണ്ട്, പിന്നെ ദൂരെയുള്ളവരെ കൊണ്ട് സഹായിക്കുന്നതുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പരികർമ്മിയായിട്ട്. എനിക്കങ്ങനെ വലിയ സ്റ്റാഫോ മറ്റു കാര്യങ്ങളോ ഒന്നുമുള്ള മനുഷ്യനുമല്ല. അപ്പോൾ പരികർമ്മത്തിന് ഒരാളില്ലെങ്കിൽ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് ഇവിടെ വരികയും പിന്നെ അവരെൻ്റെ അടുക്കൽ പറഞ്ഞു സാറ് വാങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്നുള്ള സാധനവും ലിസ്റ്റും എല്ലാം വാങ്ങിയെല്ലാം വെച്ചിട്ട് അതേ സമയത്ത് തന്നെ വിളിച്ചിട്ട് പറയുന്നു. അപ്പോൾ അതേപോലെ ഞാൻ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് ഫോണൊന്നും എടുക്കാനോ ഒന്നും മറ്റു കാര്യങ്ങൾ വാട്സപ്പ് ഒന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല. കുറഞ്ഞതൊന്നുമല്ല, സാധനം 1-2 പേരുടെ ഉണ്ടായിരുന്നു, ഒന്നിച്ചു ഒന്നാണ്. സമയം പറഞ്ഞൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. ശരി, ഞാൻ അത്യാവശ്യം പോലും വേണ്ടിയില്ല, എനിക്കത് വേറെ ഒരു എന്താണെന്ന് ഞാൻ ചെയ്തു. അപ്പോൾ അത് ദൈവം എനിക്കത് കൊണ്ടു തന്നു എന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ കളിപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്, കളിപ്പിച്ചിട്ട് പോകുന്നവർ പോയിക്കോട്ടെ, ഇത്ര കാര്യമല്ലേ ഉള്ളൂ. അത് ഭഗവാനുള്ളിടത്തോളം കാലം, ഭഗവാൻ ഗുരുവായൂരപ്പനുള്ളിടത്തോളം കാലം, പരദേവതയുള്ളിടത്തോളം കാലം എല്ലാത്തിനും ഒരു ശക്തിമത്തായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. 1 രൂപ പോലും ആരെയെങ്കിലും കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ, എന്നെ സംബന്ധിച്ച് ഞാൻ 100% ക്ഷമിച്ചിരിക്കും, ഒന്നും പറയില്ലേ. ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തീരുമാനിക്കുകയും ചെയ്യണം. ഞാൻ തീരുമാനിച്ചിട്ടും കാര്യമില്ല, ചോദിക്കാറുമില്ല. അങ്ങനെയുള്ള ഒന്നും അറിയിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ കുബേര ലക്ഷ്മി യന്ത്രം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വിളിച്ചു ചോദിച്ചതിന് ശേഷം എന്നോട് റേറ്റ് ചോദിച്ചു, ഞാൻ അക്കൗണ്ടിൽ അയച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം പറയുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും അക്കൗണ്ടിലൊന്നും അയച്ചു തരണ്ട. കുബേര യന്ത്രം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, കബഡി വെച്ച് നോക്കുക. പിന്നെ ആവശ്യമുള്ളവരെല്ലാം മനസ്സിലാക്കുക. നേരിട്ട് വന്നെങ്കിൽ മാത്രമേ എന്നെ സംബന്ധിച്ചോളം കബഡി വെച്ച് നോക്കാനോ മറ്റു കാര്യങ്ങളോ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതെനിക്കറിയേണ്ട കാര്യവുമില്ല. എൻ്റെ പാരമ്പര്യ സ്ഥിതി അനുസരിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ കബഡി വെച്ച് അന്തസ്സായ രീതിയിൽ കബഡി വെച്ച് നോക്കി ഒരു ചെറിയ ദക്ഷിണയോ വല്ലതും നിങ്ങൾ എനിക്ക് തന്ന് അതിൻ്റെ പരിഹാരം നിങ്ങളുടെ തൊക്കിനൊതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ചിട്ടുള്ള ഒരു പരിഹാരം ചെയ്ത് ഒക്കെ പറഞ്ഞു തരാറുള്ളൂ. അവരവരുടെ വെച്ച് എൻ്റെ അടുക്കൽ കുചേലനും കുബേരനും ഒക്കെ വരാറുണ്ട്. എല്ലാവരും എനിക്ക് ഒരുപോലെയുള്ളൂ, എല്ലാവരും എനിക്ക് ഒരുപോലെ. രാഷ്ട്രീയക്കാരും മറ്റേ ആൾക്കാരും സിനിമാക്കാരും എല്ലാവരും എനിക്ക് ഒരുപോലെയുള്ളൂ. എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, 100% സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുബേര യന്ത്രം എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള, ഏറ്റവും ലക്ഷ്മി കുബേര യന്ത്രം എന്ന് തന്നെ പറയുന്നുണ്ട്. ലക്ഷ്മിയും കുബേരനെയും കൂടെ. കുബേര യന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ധനവശ്യം എന്തെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ മാറ്റി ഇടുന്നതേ ഉള്ളൂ.
ഇതെല്ലാം ലക്ഷ്മിയുടെ സ്വരൂപങ്ങളിലുള്ള യന്ത്രങ്ങൾ മാത്രമാണ്. ഒരട്രാക്ഷന് അല്ലേ? ഒന്നാന്തരം സുദർശന യന്ത്രം എഴുതി അതിൻ്റെ കൂടെ വശ്യം അങ്ങോട്ട് ചേർത്ത് ധനവശ്യം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ അല്ല ഒന്നാന്തരം കുബേരയന്ത്രമാവും. മഹാലക്ഷ്മി യന്ത്രമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലുള്ള യന്ത്രങ്ങളാണ്. ഇന്നെല്ലാം പ്രിന്റഡ് യന്ത്രങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അതുമില്ല, പ്രിന്റഡിൻ്റെ പരിപാടിയൊന്നുമില്ല. സ്വന്തമായിട്ട് കയ്യിൽ നാരായം വെച്ച് സ്വന്തമായിട്ട് കൈകൊണ്ട് എഴുതി സ്വന്തമായിട്ട് തന്നെ അത് ശുദ്ധി വരുത്തി ജലാധിവാസമൊക്കെ ചെയ്ത് അങ്ങനെ തന്നെയാണ് കൊടുക്കുക. പഴയ കാലത്ത് എങ്ങനെ എന്നെ പഠിപ്പിച്ചോ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. ഒന്നിന് ഞാൻ കമ്പ്യൂട്ടറിനെ ആധാരമാക്കുമോ ഒരു സഹായത്തിനോ ഒന്നിനും ഞാൻ കമ്പ്യൂട്ടറിനെ ഞാൻ ബലിയാടാക്കുന്നില്ല. കാര്യം കൈകൊണ്ട് തന്നെയാണ് മാക്സിമം കവടിയിലാണ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൈകൊണ്ട് കുബേരയന്ത്രം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എഴുതിത്തരാം. കുബേരയന്ത്രത്തിന് മഹത്തായ ശക്തി വൈഭവവും ഐശ്വര്യവും സമ്പൽസനും മഹാലക്ഷ്മി വാഴുന്നതാണല്ലോ കുബേരൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ കുടുംബത്തിൽ ആ വീട്ടിൽ ഐശ്വര്യ സമ്പൂർണ്ണമായിട്ട് മഹാലക്ഷ്മി വാഴും, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ധനനഷ്ടങ്ങളും ഋണമോചന ഋണം കടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ കുബേരനെ വേണ്ടിയത് അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണല്ലോ കുബേരനെ വേണ്ടി, ഒരു വസ്തു മേടിക്കാൻ, ഭൂമി മേടിക്കാൻ. നമുക്ക് എല്ലാം ഏകദേശം ഈശ്വരൻ തന്നിട്ടുണ്ടല്ലേ, പിന്നെയും പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആർത്തിയാണ്. അതിന് കുബേരയന്ത്രം എത്ര എണ്ണം പറ്റുമെന്ന് പറഞ്ഞാലും അതിന് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞ പോലെ അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകരും കുബേരയന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള യന്ത്രമാണ് കുബേരയന്ത്രം. അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടോ മറ്റു കാര്യത്തിനും ഒരു ദോഷവും വരുന്നില്ല. അത് കൈകൊണ്ട് തന്നെ എഴുതി തകിടിലെഴുതി അത് കുബേരയന്ത്രമാണോ എന്ന് നോക്കണം. എന്നാൽ എനിക്കൊരു തകിട് കിട്ടിയ പോലെ കായ്ക്കങ്ങ ചായച്ച ഞാൻ റീഫിൽ കൊണ്ട് എഴുതി വെച്ചിരിക്കുക. 2,40,000 രൂപ കണ്ടുപിടിച്ചു. ഒരു പൂജയും എങ്ങാണ്ട് കിടന്നൊരു അതിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു തന്ത്രിയാ ഏതാണ്ട് ആണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ എഴുതി കൊടുത്തോളാം, കഷ്ടത്തിൽ എഴുതി കൊടുത്തോളാം. അവർ കരഞ്ഞു പോയി വിട്ടിരുന്നു. ഈ കണ്ണുനീരിൻ്റെ ശാപം കൊണ്ടല്ലേ അയാളുമായിട്ട് പിള്ളേർ ഈ ആഹാരം കഴിക്കുന്നത്? കഷ്ടമല്ലേ? ഒറ്റും മനസ്സാക്ഷിയില്ലാത്ത രീതിയിൽ ചെയ്തോളാം. ഒരു പൂജയ്ക്ക് 30,000 40,000 50,000 ഒക്കെ ചുമ്മാ അങ്ങ് മേടിക്കാൻ. ചില ദിവസന്മാരൊക്കെ പ്രശ്നം പോലും നോക്കാതാണ് പൂജയ്ക്കൊക്കെ കാശ് മേടിക്കുക. എന്താണ് കാരണമെന്ന് പോലും കണ്ടുപിടിക്കുക. നോക്കണ്ട, ചുമ്മാ ചെല്ലുമ്പോഴേ ഇന്ന കാര്യസാധ്യത 50,000 ഒരു 600 പേരെ ഒന്നിച്ചിരുത്തി അങ്ങ് പൂജയും കഴിപ്പിക്കുക. ഇത് തന്നെ കേരളത്തിൽ നടക്കുന്ന പതിവ് സംഭവമാണ്. നിങ്ങൾ കള്ള നാണയങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ എന്താ പഴയ കാലത്ത് പറയുന്ന പോലെ ഈ ചക്കയാണോ ഇത് തുറന്നു നോക്കാനെന്ന് പറഞ്ഞ പോലെ ഇത് പറഞ്ഞ പോലെ ഏതായാലും ആലോചിച്ചും കണ്ടാക്കി ചെയ്യുക. കുബേരയന്ത്രം അത്യപൂർവമായിട്ടുള്ള യന്ത്രമാണ്, ശക്തിമത്തായിട്ടുള്ള യന്ത്രമാണ്. ധനം ഇഷ്ടം പോലെ തരുന്നതായിട്ടുള്ള അത് ധനം ഉണ്ടാക്കി തരണമെങ്കിൽ അതിനൊരു ഭാവഫലം കൂടുണ്ട്. നിങ്ങളുടെ രാശിയിലെ ലഗ്നത്തിൽ 2ാം ഭാവത്തിൽ ആരിയ്ക്കുന്നു, ധനസ്ഥാനത്ത് ആര് നിൽക്കുന്നു, അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ധനം ഉണ്ടാകത്തുള്ളൂ, ഈശ്വരൻ തരത്തുള്ളൂ. എത്ര വലിയ കുബേരയന്ത്രം വെച്ചാലും എത്ര വലിയ ധനാഢ്യതാ യന്ത്രം വെച്ചെന്ന് പറഞ്ഞാലും സംശയമില്ലാത്ത കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എപ്പിസോഡ് സമർപ്പിച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.